ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 14, 13 മുതലുള്ള തിരുവചനങ്ങൾ. 5 അപ്പം 5000 പേർക്ക്. യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം പുരുഷന്മാരായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 3-ാം തീയതി ഞായറാഴ്ച ഈ രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ ചുറ്റും ഇരിക്കുമ്പോൾ അവിടുത്തെ മുഖം കണ്ട്, അവിടുത്തെ സ്വരം കേട്ട്, അവിടുത്തെ സാന്നിധ്യം ആസ്വദിച്ച് ഈ രാത്രിയിൽ ഈ 9 മണിക്ക് ഇങ്ങനെ ആയിരിക്കാൻ കഴിയുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആയിരിക്കാൻ കഴിയുന്ന ഓരോ അവസരവും
അമൂല്യമാണ്, അത് സൗഭാഗ്യമാണ്. അതിനെ നമുക്ക് വിലയിടാൻ പറ്റാത്തതാണ്. ഈശോ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ കുടുംബാംഗങ്ങളോട് എന്നതുപോലെ നമ്മളോട് ഈശോ ഇന്ന് സംസാരിക്കുന്നത് 5 അപ്പത്തെക്കുറിച്ചാണ്. കഥ തുടങ്ങുമ്പോൾ ശിഷ്യന്മാരുടെ കയ്യിൽ ഉള്ളത് എന്താണ്? 5 അപ്പവും 2 മീനുമാണ്. നമുക്ക് ഒരു പോളിത്തീൻ കവറിൽ ഇട്ട് പിടിക്കാൻ പറ്റുന്ന അത്രയും ഉള്ളൂ അല്ലേ? 5 അപ്പവും 2 മീനും ഇടാൻ എന്തോരം വലിയ ബാഗ് വേണം അല്ലേ? ആ ബാഗിലിടാൻ പറ്റുമല്ലേ? നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗിലിടാവുന്ന സംഭവമുള്ളൂ ഈ 5 അപ്പവും 2 മീനും. മീനൊക്കെ ഇടുമ്പോൾ സൂക്ഷിച്ചിടണം എന്നുള്ളു. പക്ഷെ കഥ കഴിയുമ്പോൾ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത്? അവരുടെ കയ്യിൽ ബാഗിലിടാനുള്ളതല്ല, ലോറി കയറ്റാനുള്ളതുണ്ട്. അവരുടെ കയ്യിൽ 12 കുട്ട നിറയെ ബാക്കിയുള്ളതുണ്ട്. മീൻ എത്ര ഉണ്ടായിരുന്നു, അപ്പം എത്ര ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടില്ല. എന്തായാലും 12 കുട്ട നിറയെ ബാക്കിയുണ്ട്. ഹല്ലേലൂയ. തുടങ്ങിയത് ഒരു ബാഗും പിടിച്ച് തുടങ്ങിയവര് 12 കുട്ട നിറയെ ബാക്കിയായ ഒരു അത്ഭുതമാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? തങ്ങളുടെ കയ്യിലുള്ളത് പങ്കുവെക്കാൻ തുടങ്ങിയപ്പോൾ അതിങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നാളെ ഓഗസ്റ്റ് മാസം 4-ാം തീയതി വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്ന ദിവസമാണ്. വിയാനി പുണ്യവാളൻ ആർസ് എന്ന ആ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഈ അപ്പമില്ലാത്ത ആളുകളുടെ അവസ്ഥയായിരുന്നു. ശാരീരികമായിട്ടല്ല, ആത്മീയമായ അപ്പമില്ലാതെ തളർന്നു കിടക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിന്റെ മുൻപിലേക്കാണ് ജോൺ മരിയ എന്ന് പറയുന്ന ആ വൈദികൻ ചെല്ലുന്നത്. അവർക്ക് കൊടുക്കാൻ, ഈ ജനത്തിന് മുഴുവൻ കൊടുക്കാൻ ഈ പുണ്യവാളന്റെ കയ്യിൽ, ഈ അച്ഛന്റെ കയ്യിൽ ഒന്നുമില്ല. അവർക്കാവശ്യമുള്ളത് കൊടുക്കാനായിട്ട്. പക്ഷേ ഈ വിശുദ്ധൻ എന്താണ് ചെയ്തത്? തൻ്റെ കയ്യിലെ 5 അപ്പം, പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 അപ്പം, ആന്തരികമായ ഇന്ദ്രിയങ്ങളാകുന്ന 2 മീൻ, അങ്ങനെ തൻ്റെ ശരീരവും തൻ്റെ മനസ്സും തൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ജനത്തിനു വേണ്ടി എന്നെ വാഴ്ത്തി വിഭജിച്ച് വിളമ്പുക. ദൈവം ഈ മനുഷ്യനെ തൻ്റെ കരങ്ങളിലേക്ക് എടുത്തിട്ട് ആ ജനത്തിനു വേണ്ടി വാഴ്ത്തി വിഭജിച്ച് വിളമ്പി. ആ പാരിഷിൽ, ആ ഇടവകയിൽപ്പെട്ടവര് മാത്രമല്ല, ആ നഗരത്തിൽപ്പെട്ടവര് മാത്രമല്ല, ഇതാ മരിച്ചു കഴിഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും അല്ലേ, 1859 ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ്. 1859 ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് വിയാനി പുണ്യവാളൻ മരിച്ചത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോ എത്ര വർഷമായി? 160 പ്ലസ് 166 വർഷങ്ങളായി. എന്നിട്ടും ആ പുണ്യവാളന്റെ അടുത്തേക്ക് ആ വാഴ്ത്തി വിഭജിച്ച അപ്പം അവിടെ വിശുദ്ധമായിട്ടുള്ള ഓർമ്മയായിട്ട് വാഴ്ത്തി വിഭജിക്കപ്പെട്ട അപ്പം തീരാത്ത അപ്പമായിട്ട് നിൽക്കുകയാണ്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ആരാണ് വിഭജിക്കപ്പെട്ട അപ്പമായി മാറേണ്ടത്? ഞാനാണ് കർത്താവിൻ്റെ കരങ്ങളിൽ വാഴ്ത്തി വിഭജിക്കപ്പെട്ട അപ്പമായി മാറേണ്ടത്. എൻ്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് എന്നെ വിഭജിച്ച്, വാഴ്ത്തി വിഭജിച്ച് വിളമ്പട്ടെ. എൻ്റെ സമൂഹത്തിന് വേണ്ടി, എൻ്റെ നാടിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി ഈശോയെ, ഞാനാകുന്ന ഈ അപ്പത്തെ, പഞ്ചേന്ദ്രിയങ്ങളുള്ള, ആന്തരികമായ ഇന്ദ്രിയങ്ങളുള്ള ഞാനാകുന്ന ഈ അപ്പത്തെ ജോൺ മരിയ വിയാനിയെ വാഴ്ത്തി വിഭജിച്ച് വിളമ്പിയതുപോലെ എന്നെയും വാഴ്ത്തി വിഭജിച്ച് വിളമ്പണമേ
അപ്പോൾ ഞാനും വിശുദ്ധിയുടെ സുഗന്ധം പരത്തുന്ന ഒരാളായിട്ട് മാറും. തീരാത്ത അപ്പമായി, എൻ്റെ ജീവിതം തീരാത്ത അപ്പമായി, മറയാത്ത ഓർമ്മയായി, മങ്ങാത്ത വെളിച്ചമായി എൻ്റെ ജീവിതം മാറും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈ രാത്രിയിൽ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ഓർമ്മ നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ കരങ്ങളിലേക്ക് തൻ്റെ കൈകളിലുണ്ടായിരുന്ന അഞ്ചപ്പവും മീനും വിട്ടുകൊടുത്തൊരു ബാലനെ പോലെ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവ് നമ്മെ വാഴ്ത്തി വിഭജിച്ച് വിളമ്പും. തീരാത്തപ്പമായി, പരാതി പറയാത്ത ഒരു ഹൃദയമായി, സംതൃപ്തിയുള്ള ഒരു മനസ്സായി നമ്മളും നമ്മുടെ ചുറ്റുപാടുകളും സംതൃപ്തിയുടെ സുഹൃതമുള്ള ഒരു സമൂഹമായി മാറും. ദൈവരാജ്യത്തിന് വേണ്ടി എങ്ങനെ എനിക്ക് എന്നെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ പറ്റും എന്ന് ഹൃദയത്തിൽ ധ്യാനിക്കട്ടെ. നമുക്ക് അനുദപിക്കാനുള്ള മേഖല, നമുക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക്, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് നമ്മെ തന്നെ സമർപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മളത് പൂർണ്ണമായി ഉപയോഗിക്കാതെ പോയ സാഹചര്യങ്ങൾ, നമ്മൾ വിഭജിക്കപ്പെട്ട സമയങ്ങളിൽ, നമുക്ക് വേദനയുണ്ടായ സമയങ്ങളിൽ, നമ്മൾ പരാതികളും പരിഭവങ്ങളുമായി കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് കുതറിയോടിയ സമയങ്ങൾ അനുദപിക്കാം. ഈശോയുടെ കരങ്ങളിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അവൻ വാഴ്ത്തുക മാത്രമല്ല, നമ്മെ വിഭജിക്കുകയും ചെയ്യും. വിഭജിക്കപ്പെടുക എന്നത് വേദനയുള്ള കാര്യമാണ്. കൊടുക്കുക എന്നത് ഒരു നഷ്ടപ്പെടലിൻ്റെ ഭാഗമാണ്. അങ്ങനെ സ്വയം നഷ്ടപ്പെടുകയും വേദനിക്കുകയും മുറിയപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒടുവിൽ അത് തീരാത്തപ്പമായി മാറുന്നത്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മുടെ ജീവിതത്തെ ദൈവം തീർന്നു പോകാത്തപ്പമായി, സമൃദ്ധിയുടെ സമ്പന്നതയുള്ള ഒരപ്പമായി നമ്മുടെ ജീവിതത്തെ കർത്താവ് മാറ്റും. നമുക്ക് അനുദപിക്കാം. കർത്താവിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാതെ പോയ സമയങ്ങളെ ഓർത്ത് അനുദപിക്കാം. കൊടുക്കുന്നതിൽ വന്ന കുറവാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും വലിയ കുറവുകളിലൊന്ന്. നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവുകൾ ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കാതെ പോയതിനെ ഓർത്ത് അനുദപിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാതെ പോയതിനെ ഓർത്ത് അനുദപിച്ച് ഇരുകരങ്ങളും ശിരസിന് മുകളിൽ ഉയർത്തി, കൈമുട്ടുകൾ മടങ്ങാത്ത വിധത്തിൽ ഉയർത്തി, നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ ചെയ്യാൻ കഴിയുമായിരുന്ന നന്മകൾ ചെയ്യാതെ ഉപേക്ഷയിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ചങ്കുപൊട്ടി ഈശോനാമം വിളിച്ച് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവ് തന്നിട്ടുള്ള മക്കളെ ഓർത്ത് നന്ദി പറയാം, മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയാം, സഹോദരങ്ങളെ ഓർത്ത് നന്ദി പറയാം, സുഹൃത്തുക്കളെ ഓർത്ത് നന്ദി പറയാം, നമ്മൾ ചെയ്യുന്ന ജോലിയെ ഓർത്ത് നന്ദി പറയാം. ഒരു ജോലിയുള്ളതിനെ ഓർത്ത്, ഒരു വരുമാന മാർഗമുള്ളതിനെ ഓർത്ത് നന്ദി പറഞ്ഞ കർത്താവിനെ സ്തുതിക്കട്ടെ.
ഹല്ലേലൂയ. നമ്മുടെ ജീവൻ കർത്താവ് നിലനിർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയട്ടെ. നമ്മുടെ ചിന്തകൾക്ക് അതീതമായ രീതികളിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതിനെ ഓർത്ത് ഭൗതികവും ആത്മീകവുമായ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ ധാരണകളെ അതിലംഘിക്കുന്ന രീതിയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കും. കർത്താവ് ആശീർവദിച്ച് നമ്മുടെ ജീവിതത്തെ വർദ്ധിപ്പിക്കുന്നതിനെ ഓർത്ത്, അതിരുകൾ വിശാലമാക്കിയിരിക്കുന്നതിനെ ഓർത്ത്, തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് അവിടുന്ന് നമ്മുടെ മേൽ സമ്പത്ത് വർഷിച്ചിട്ടുള്ളതിനെ ഓർത്ത് ദൈവമക്കളെ നന്ദി പറയട്ടെ. നന്ദി പറയുന്ന സമയം അനുഗ്രഹത്തിന്റെ സമയമാണ്. നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ആ അനുഗ്രഹത്തിന്റെ അപ്പക്കഷണങ്ങൾ 12 കുട്ടയായി വർദ്ധിക്കും. ഹല്ലേലൂയ. കർത്താവ് കൃതജ്ഞത വർദ്ധിച്ചപ്പോഴാണ് അപ്പം വർദ്ധിച്ചത്. കൃതജ്ഞത അർപ്പിക്കുമ്പോ നിന്റെ ജീവിതത്തിൽ ഉള്ള അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. സ്തുതിക്കുന്നു. കരങ്ങൾ ശിരസിന് മുകളിൽ ഉയർത്തി കരമടിച്ച് സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് വയറ് നിറയെ നെഞ്ച് നിറയെ ശ്വാസം വലിച്ചെടുക്കാം. നമ്മുടെ 7 നിയോഗങ്ങൾ പ്രത്യേകമായി രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയേ, 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 നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈ രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും രോഗികളായി ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവരെയും മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടവരെയും ഭിന്നശേഷിക്കാരായിട്ടുള്ളവരെയും ജയിലുകളിലും അനാഥമന്ദിരങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലുമൊക്കെ കഴിയുന്നവർ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ, മരണം മൂലം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലൂടെ രാത്രിയിൽ കടന്നു പോകുന്നവർ, എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദുഃഖദുരിതങ്ങളിലൂടെ, നിരാശയിലൂടെ, ഏകാന്തതയിലൂടെ കടന്നു പോകുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലി അന്വേഷിക്കുന്ന മക്കൾ, വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്തവർ, ഭവനമില്ലാത്തവർ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, ഡൗൺ സിൻഡ്രോമുള്ള കുഞ്ഞുങ്ങൾ, ഹിയറിംഗ് ഡെഫിഷ്യൻസിയുള്ള കുഞ്ഞുങ്ങൾ, സ്പീച്ച് ഡിലേയുള്ള കുഞ്ഞുങ്ങൾ, നടക്കാൻ പ്രയാസമുള്ള കുഞ്ഞുങ്ങൾ, ലേണിംഗ് ഡെഫിഷ്യൻസിയുള്ള കുഞ്ഞുങ്ങൾ, എല്ലാവരെയും നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള എല്ലാവരെയും, മരണാസന്നരായിട്ടുള്ളവരെയും ഒക്കെ നമുക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, കർത്താവ് നൽകുന്ന വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം.
സാധിക്കുന്ന എല്ലാവരും ശിരസ് തറയിൽ മുട്ടിച്ച് ഈശോയെ ആരാധിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾ തളർന്നു പോകാതിരിക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധയുള്ളവനും ഞങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ദൈവരാജ്യ ശുശ്രൂഷകളിൽ ഞങ്ങളെ പങ്കുകാരാക്കുന്ന വിശുദ്ധമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനവും കൃപയും നൽകുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ പ്രഭാതത്തിൽ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. അച്ഛൻ ഈ ദിവസങ്ങളിൽ നാളെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ തിരുവനന്തപുരത്ത് വൈദികരുടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിൽ അച്ഛനു വേണ്ടിയും കൂടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ധ്യാനത്തിന് നേതൃത്വം നൽകുന്ന ദാനിയേൽ അച്ഛനു വേണ്ടിയും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.